ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് അറിവിൻ പൂവനി കാണേണ്ടേ അദബിൻ സുരഭി. അവിടെ ഫ്ലാറ്റുകൾ ഉയരാൻ പോവാണ്. ഇവിടെ നോളജ് സിറ്റി. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടത്തുന്ന. ഇത് കള്ളം തോട്ടരോട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. നിങ്ങളുടെ അടുത്തല്ലേ RSC അല്ലെ? RSC തൊട്ടടുത്തല്ലേ? ആണ്. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലെ? ആണ്. ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇങ്ങക്ക് RSC എന്ത് കച്ചവടം നടക്കണേ? നിങ്ങളൊന്ന് പറയും. ഒരു സിറ്റി ആവുണ്ട് അവിടെ, വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാണ്ടോ? RSC വന്നിട്ട് വർഷത്തിലായി. കൊടുവള്ളി വികസിച്ച വികാസം കൂടി നമ്മൾ RSC കിട്ടിയിട്ടില്ല. കിട്ടിയണോ? ഇല്ല. ഇപ്പൊ വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാണ്. ഇവിടുന്ന് ആരെങ്കിലും പെണ്ണുങ്ങളെ സ്വർണം പണയം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് കൂടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനോട് ഹൈറുദ്ദേശിക്കുന്ന രീതി പറയാണ്. വെറുതെ കൈതപ്പയിൽ കൊണ്ടുപോയാൽ ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ്. ഞാൻ പറഞ്ഞു, ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, റോഡില്ല, പിന്നെ ഇത്രയും വലിയ നോളജ് സിറ്റിയൊക്കെ നടത്തുമ്പം വേണ്ട ഉദ്യോഗസ്ഥന്മാർ അപാരാപ്തതകളുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കൂടെ നിന്നാ മതി, നിങ്ങൾക്ക് റോഡും പാലവും അതൊക്കെ തന്നെ വേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ അതാസമയോടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ എന്നെ സഹായിച്ചാൽ മതി മാത്രമാണ്. പക്ഷേ ഇതിപ്പം ഇവിടെ സാഫല്യമായിരിക്കുക. ഞങ്ങൾ 10-15 വർഷം നോക്കിയിട്ട് നടക്കാത്ത ഒരു റോഡിന്റെ ഉദ്ഘാടനം, ഒരു റോഡിന്റെ സാക്ഷീകരണം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 27 കോടി രൂപയ്ക്ക് കോടഞ്ചേരി പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി പോകുന്ന റോഡിന്റെ ആ സംവിധാനത്തിന് വേണ്ട ഫണ്ട് ചെലവാക്കാനുള്ള നിർവഹണം ഉണ്ടായി. ഞങ്ങൾ 10-15 വർഷം നോക്കിയിട്ട് നടക്കാത്ത ഒരു റോഡിന്റെ ഉദ്ഘാടനം, ഒരു റോഡിന്റെ സാക്ഷീകരണം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 27 കോടി രൂപയ്ക്ക് കോടഞ്ചേരി പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി പോകുന്ന റോഡിന്റെ ആ സംവിധാനത്തിന് വേണ്ട ഫണ്ട് ചെലവാക്കാനുള്ള നിർവഹണം ഉണ്ടായി. അന്നേരം ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നാണ് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദിനോട് ഞാൻ വന്ന് ചോദിച്ചു, ഇനിയും നമ്മൾക്ക് എന്തൊക്കെയാ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എത്ര വേഗത്തിൽ നടക്കും? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കും പ്രസിഡന്റ് എന്ന് എന്നോട് പറഞ്ഞപ്പം ഞാനത് ഓർത്തുപോയി. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഇത് പെട്ടെന്ന് നടത്താനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. കാരണം അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും കോടഞ്ചേരി പഞ്ചായത്ത് ഉസ്താദിന് ഇവിടെ എന്തെല്ലാം നടക്കണോ അതിനുള്ള നിയമവ്യവസ്ഥയിൽ നടത്താനുള്ള സംവിധാനം കോടഞ്ചേരി പഞ്ചായത്ത് ചെയ്തു തരും. പിന്നെ എനിക്ക് ഉസ്താദിനോടൊരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഉസ്താദിന് ചെയ്യാൻ സാധിക്കും, അതിന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് ഇതിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഉസ്താദിൽ കൂടെ നടക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. നന്ദി.